കണ്ണൂർ പിണറായിയിലെ SDPI സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആൺ സുഹൃത്ത് പോലീസിന് മുൻപാകെ ഹാജരായി. യുവതിയുടെ കുടുംബത്തിന്റെ പരാതി ആൺ സുഹൃത്ത് നിഷേധിക്കുകയാണ്. യാതൊരു സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ല എന്നാണ് യുവാവിന്റെ മൊഴി. വിവരങ്ങളുമായി മിഥുൻ പിള്ളയുണ്ട്. മിഥുൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യുവാവ് വെളിപ്പെടുത്തുന്നത്? ഏതാണ്ട് 9:15 കൂടിയാണ് ഈ യുവതിയുടെ സുഹൃത്ത് റഹീസ്, മയിൽ സ്വദേശിയായ റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കാൻ വേണ്ടി എത്തിയത്. ഇവിടെ ഇപ്പോൾ തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലുള്ള തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ യുവാവിൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പിണറായി കായലോട്ടെ സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും നിർണായക തെളിവ് എന്ന് പറയുന്നത് ഈ യുവാവിൻ്റെ മൊഴി തന്നെയാണ്. കാരണം അന്ന് ഈ സദാചാര ഗുണ്ടായിസത്തിന് ഇരയായ വ്യക്തിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതായത് 5 മണിക്കൂറോളം സദാചാര ആൾക്കൂട്ട വിചാരണ നടത്തിയ ശേഷമാണ് അപമാനിക്കുകയും ഒക്കെ ചെയ്ത് SDPI ഓഫീസിൽ നിന്ന് ഒരു മധ്യസ്ഥ ചർച്ചയടക്കം നടത്തിയെന്നൊരു ആരോപണം ഉയർന്നു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇയാളുടെ മൊഴി തന്നെയാണ് ഈ കേസിലെ നിർണായക തെളിവ് എന്ന് പറയുന്നത്. അല്പസമയം മുമ്പ് ഈ മൊഴിയുടെ വിശദ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ഇതാണ്: അതായത് യുവതിയുടെ ഈ കുടുംബം ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഈ റഹീസ് എന്ന് പറയുന്ന യുവതിയുടെ ആൺ സുഹൃത്ത് ഇപ്പോൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത്. 3.5 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. അന്ന് തൊട്ട് ഈ യുവതിയുമായി സൗഹൃദമുണ്ട് എന്ന് ഈ റഹീസ് പറയുന്നുണ്ട്. യാതൊരു സാമ്പത്തിക ഇടപാടും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് ഈ റഹീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും യുവതിയുമായി നടന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ കള്ളമാണ്. മറ്റൊരു തരത്തിലും സാമ്പത്തിക ചൂഷണമടക്കം താൻ നടത്തിയിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ റഹീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലും മൊഴിയെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഒരു മൊഴിയെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസിലെ നിർണായക തെളിവ് ഇയാളുടെ മൊഴി ആയതുകൊണ്ട് തന്നെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ എന്തൊക്കെയാണ് അന്നത്തെ ദിവസം സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും വരികയുള്ളൂ. അന്ന് ഏതാണ്ട് വൈകുന്നേരം ഈ റസീന എന്ന പിണറായി കായലോട് സ്വദേശിയുമായി സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് റഹീസിനെ ഈ SDPI സംഘം തടഞ്ഞു വെക്കുകയും ക്രൂരമായി മർദ്ദിച്ച് ഏതാണ്ട് 5 മണിക്കൂറോളം ആൾക്കൂട്ട വിചാരണ നടത്തിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം മടക്കി വിട്ടത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അന്ന് ഈ റഹീസിൻ്റെ മൊബൈൽ ഫോൺ അടക്കം ഈ SDPI പ്രവർത്തകർ പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഒടുവിൽ ബന്ധുക്കൾക്കൊപ്പം പോകുന്ന സമയത്ത് പോലും ഫോൺ തിരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രതികളിൽ നിന്നാണ് ഈ മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അന്ന് എന്തൊക്കെയാണോ സംഭവങ്ങൾ മുഴുവൻ നടന്നത് അത് മുഴുവൻ ചോദിച്ചറിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണോ ഈ ആത്മഹത്യ ചെയ്ത റസീന ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു മൊഴിയെടുപ്പിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഈ മർദ്ദിച്ച ആളുകളുടെ പേരുകളിലേക്ക് എത്തുന്ന സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്ന് ഈ യുവതി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്നത്തെ സംഭവങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങളും തേടാൻ വേണ്ടി അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാഖി. മിഥുൻ, കണ്ണൂർ പിണറായിയിലെ SDPI സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആൺ സുഹൃത്ത് പോലീസിന് മുൻപാകെ ഹാജരായിട്ടുണ്ട്. യുവതിയുടെ കുടുംബത്തിന്റെ പരാതി ആൺ സുഹൃത്ത് നിഷേധിക്കുകയാണ്. യാതൊരു സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ല എന്നാണ് ഈ യുവാവ് മൊഴി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മിഥുൻ പിള്ളയാണ്.